ഹായ് ഓൾ, വെൽക്കം ടു കോഡ് ക്ലാസ്സസ്. ജെഇ മെയിന് കെമിസ്ട്രി എങ്ങനെ പഠിക്കണം അങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയുമായിട്ട് വന്നിട്ടുള്ളത്. ജെഇ മെയിൻ ഫേസ് 1 നിങ്ങളിൽ പലരും അറ്റൻഡ് ചെയ്തതായിരിക്കും. ഫേസ് 1 കെമിസ്ട്രി വളരെയധികം സിമ്പിളായിരുന്നു. NCERT ലെവൽ ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഏറ്റവും കൂടുതൽ ഫേസ് 1 ഉണ്ടായിരുന്നത്. ഒരു 25+ ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ NCERT ലെവൽ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആയിരുന്നു. വിത്തിൻ ഹാഫ് ആൻ അവറിൽ ചെയ്തു തീർക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഫേസ് 1 ഉണ്ടായിരുന്നത്. ഫേസ് 2 പോകുമ്പോൾ നിങ്ങൾ ഒരിക്കലും ഇത്രയും സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കരുത്. എങ്കിൽ പോലും ഒരു 15 ക്വസ്റ്റ്യൻസ് NCERT ലെവൽ ക്വസ്റ്റ്യൻസ് ഷുവറായിട്ടുണ്ടാകും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം NCERT ടെക്സ്റ്റ് ബുക്ക് തറവായിട്ട് ഒന്ന് പഠിക്കുക. രണ്ടാമതായിട്ട് പ്രീവിയസ് ഇയർ ജെഇ മെയിൻ ക്വസ്റ്റ്യൻസ് നിർബന്ധമായിട്ടും സോൾവ് ചെയ്തിരിക്കണം. കാരണം ജെഇ മെയിന് പ്രീവിയസ് ഇയർ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഷുവറായിട്ടും വരാറുണ്ട്. ദെൻ മൂന്നാമതായിട്ട് നിങ്ങൾ എക്സാം അറ്റൻഡ് ചെയ്യുമ്പോൾ കെമിസ്ട്രി തന്നെ ആദ്യം അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. കാരണം ഫിസിക്സിനെ മാത്സിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഏറ്റവും ഈസി കെമിസ്ട്രിയാണ്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ കെമിസ്ട്രി അറ്റൻഡ് ചെയ്യുക. കെമിസ്ട്രിയുടെ ക്വസ്റ്റ്യൻസ് കഴിഞ്ഞതിന് ശേഷം ഫിസിക്സിലേക്കോ അല്ലെങ്കിൽ മാത്സിലേക്കോ പോകാനായിട്ട് ശ്രമിക്കുക. ദെൻ മാക്സിമം എക്സാംസ് എഴുതുക. ദെൻ മാക്സിമം എക്സാംസ് എഴുതിയാൽ മാത്രമേ നിങ്ങൾക്ക് സ്പീഡ് മാനേജ് ചെയ്യാനായിട്ട് പറ്റൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ജെഇ മെയിൻ ഫേസ് 2 എക്സാം എഴുതുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. നന്നായി പഠിക്കുക. നല്ലൊരു സ്കോറിലേക്ക് വരട്ടെ. ഓൾ ദ ബെസ്റ്റ്.